ഹായ് ഫ്രണ്ട്സ്, അദ്വൈതൻ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനെത്തിയത്. അപ്പോൾ നമ്മുടെ ആദി സിദ്ധു ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോകാൻ പോവുകയാണ് ഈ ടിപ്സിനുള്ള ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് മുകളിൽ ബെഡ്റൂമുകളൊന്നും ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കൂട്ടട്ടെ. ഇതിന് സിദ്ധുവും എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ രാവിലെ ഇറക്കം എണീച്ച് എല്ലാവരും വന്നു അങ്ങ് പോയി. അപ്പോൾ ബെഡ്റൂം ലോക്ക് ചെയ്തില്ല. അപ്പോൾ എന്തായാലും അതിനു മുമ്പ് ലൈറ്റ് അണച്ചില്ല. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് പോകാൻ പോവുകയാണ്. വീഡിയോ എത്രത്തോളം ശരിയാവുന്നൊന്നും അറിയത്തില്ല. വ്ളോഗ് പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ പിടിക്കുന്നത് കറക്റ്റ് ആണെന്നൊന്നും അറിയത്തില്ല. അതിയാണ് എഡിറ്റർ. അതിനും ചിലതൊന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ലൈറ്റൊക്കെ അണയ്ക്കട്ടെ. ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിൽ എല്ലായിടും പാറ്റയുടെ ശല്യം ഉണ്ടല്ലോ. ഇവിടെയുണ്ട് പാറ്റ. നമ്മുടെ ഷെൽഫുകൾ എന്ത് സാധനം വെച്ചാലും സ്റ്റോർ റൂമിലൊക്കെ ആയാലും ഭയങ്കര പാറ്റ ശല്യമാണ്. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാം, പാറ്റകളെ എങ്ങനെ വീട്ടിൽ നിന്ന് നമുക്ക് തുരത്താം എന്നുള്ളതിനുള്ള നല്ലൊരു അടിപൊളി ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്, കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കണം. 100% സക്സസ് ആണ്. അപ്പോൾ അതിനുള്ള ഒരു സാധനം എനിക്ക് പുറത്തുനിന്ന് വാങ്ങാണ്ട്, അല്ലാതെ വേറെ 1-2 ആവശ്യത്തിന് എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും അത് വാങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് ആ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഡോറൊക്കെ ഒന്ന് ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്തു. ഇനി ഞാൻ പോകാൻ പോവുകയാണ്. വണ്ടി എടുക്കണം. ഈ പുതിയ ഷൂ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് പ്രവി ഇന്നലെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നതാണ്. അപ്പം ഞാൻ ഇട്ട് നോക്കിയില്ല, കറക്റ്റാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാനിതൊന്ന് ഇട്ട് നോക്കട്ടെ. ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഷൂ കറക്റ്റായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. ഫ്രണ്ട്സ്, ഇതാണ് പുതിയ ഷൂ. ഈ കിടക്കുന്നത് പഴയ ഷൂ ആണ്. പഴയതല്ല, അത് പുതിയത് തന്നെയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് അളവാണ്. പിന്നെ ഞാൻ വണ്ടി എടുക്കട്ടെ. അപ്പോൾ ഇനി വണ്ടി എടുത്ത് ഞാൻ പോയി കടയിൽ പോയി, അത് മെഡിക്കൽ സ്റ്റോറിലാണ് കിട്ടുന്നത് ആ സാധനം. അപ്പോൾ അത് ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എത്തിയിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അതെ, കുറച്ച് മീൻ വാങ്ങി. നൊത്തോലിയും ചാളയും മീൻ കിട്ടി. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷില്ലേ, ഇവിടെ ഞാൻ വളർത്തുന്ന കുറേ ഫിഷുണ്ട്. അപ്പോൾ അവർക്ക് 2 ദിവസമായി ഫുഡൊക്കെ തീർന്നു പോയായിരുന്നേ. അപ്പം ഞാൻ ഫുഡ് വാങ്ങിയിട്ട് വന്നു. ഫിഷ് വാങ്ങി, നൊത്തോലിയും ചാളയും വാങ്ങി. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ടിപ്സ് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനുള്ള സാധനം ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതെന്താണ് സാധനം എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുളത്തിൻ്റെ അടുത്താണ്. ഫിഷിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഈ ഫുഡാണ് ഞാൻ വാങ്ങിയത്. ഇതാണ് ഫാം ഫുഡ്, ഏറ്റവും വലിയ സൈസ്, വലിയ മീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് 2 പാക്കറ്റ്, ഇത് 1 കിലോ, ഇത് 1/2 കിലോയുടെ പാക്കറ്റാണ്. അപ്പോൾ 1 കിലോയുടെ പാക്കറ്റ് ഇല്ല. അപ്പോൾ 1/2 കിലോയുടെ 2 പാക്കറ്റ് വാങ്ങി. അപ്പം ഞാൻ ഇതെന്തായാലും ഈ ഇവിടുത്തെ മീനുകളൊക്കെ 2 ദിവസം കൊണ്ട് ഫുഡ് കിട്ടാതെ കിടക്കുക. അപ്പം ഞാൻ അവർക്കെല്ലാം ഇതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. തിലോപ്പി മീനാണ്, കണ്ടോ, വലിയൊരു തിലോപ്പി മീനാണ്. അതിൻ്റെ അടുത്തേക്കുന്ന ഷാർക്കാണ്, ബ്ലാക്ക് ഷാർക്ക്, വൈറ്റ് ഷാർക്ക്. തിലോപ്പി ഇതൊന്നുമല്ല, പിന്നെ ഒത്തിരി ഉണ്ട്. അത് അവർ ഫുഡ് എടുത്തിട്ട് പോയി, കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടിപ്സ് എന്താണെന്ന് കാണണ്ടേ. അപ്പോൾ ഞാൻ ഇനി അടുത്ത് എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ടിപ്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ, എല്ലാവരുടെ വീട്ടിലും പല്ലി, പാറ്റ, ഇത് കാണുന്നതേ പലർക്കും അലർജിയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. സിദ്ധുവിനും ആദിക്കെന്ന് വെച്ചാൽ പാറ്റ, പല്ലിയൊന്നും എവിടെ കണ്ടാലും വിളിച്ചുകൊണ്ടോടും. ബാത്റൂമിലൊക്കെ ഒരു പല്ലിയോ പാറ്റ ഇരിക്കുകയാണെങ്കിൽ കയറത്തില്ല. ഞാൻ അതിനെ അടിച്ചു പോകുന്ന, പാറ്റയെ അടിച്ചു പോകുന്ന കളഞ്ഞല്ലാതെ അവർ രണ്ടുപേരും കയറത്തില്ല. ബെഡ്റൂമിൽ എവിടെയെങ്കിലും കണ്ടാൽ, നമ്മുടെ സ്റ്റോർ റൂമിലൊക്കെ കാണാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പല്ലിയും പാറ്റയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ചില മരുന്നുകളൊക്കെ വാങ്ങി വെച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്ര അധികമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ടിപ്സ് കണ്ടതും. അപ്പോൾ ഞാൻ അത് ചെയ്ത് നോക്കി, സക്സസ് ആയിരുന്നു. നല്ലൊരു ടിപ്സായിരുന്നു. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതൊരു കണ്ടിട്ടില്ലാത്തവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഈസിയാണ്.
അപ്പോൾ എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ ഒരു സാധനം മാത്രം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങണം. അപ്പോൾ നമുക്ക് എന്തായാലും ടിപ്സ് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് കണ്ടോ? ഇതാണ് ബോറിക് ആസിഡ്. ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറുകളിലും ഉണ്ട്. ഇത് വാങ്ങാൻ വേണ്ടി, ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഈ ബോറിക് ആസിഡോടെ മെഡിക്കൽ സ്റ്റോറിൽ കയറി വാങ്ങിയതാണ്. ഈ വെറും 20 രൂപയുള്ളൂ. അപ്പോൾ നമ്മുടെ പാറ്റയെ തുരത്താനുള്ള ടിപ്സിൽ ഈ ഒരു സാധനം പ്രധാനമായിട്ടും വേണം. അപ്പോൾ ഇതുകൂടെ ഞാനിപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പാറ്റയെ കൊല്ലാനുള്ള ആ മരുന്നൊന്ന് റെഡിയാക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അറിയില്ലേ? നമുക്ക് പാരസെറ്റമോൾ 2 പാരസെറ്റമോൾ വേണം കേട്ടോ. 500 ആണ് ഇത് അല്ലേ? ഇതാണ് വേണ്ടത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബോറിക് ആസിഡ്. കണ്ടോ, ഇതുപോലെ നമ്മുടെ സോഡാപ്പൊടി മാവ് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സാധാരണ 1 ടീസ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ ബോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പാരസെറ്റമോൾ പൊടിച്ച് ചേർക്കാമേ. 2 പാരസെറ്റമോൾ പൊടിച്ചതാണ് ഇത്. അപ്പം ഞാൻ അതിലോട്ട് മിക്സ് ചെയ്യാനേ. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ, അത് നമുക്ക് 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് പഞ്ചസാര ഞാൻ ഇതിലോട്ട് ചേർക്കാമേ. പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണമെന്നറിയോ? ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുക്കാം. ഇത് 4 സാധനം ഇപ്പം നമ്മുടെ വീടുകളിലുള്ള ബോറിക് ആസിഡ് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടതുള്ളൂ. ഇതിപ്പോൾ പതയുന്നുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു സോഡ, ബേക്കിംഗ് സോഡ ഇട്ടതല്ലേ? ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് പതഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതങ്ങ് മാറും. ഈ പഞ്ചസാര നന്നായിട്ട് അലിയണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ മെൽറ്റായിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, നമ്മുടെ ലായനി ശരിയായിട്ടുണ്ട്. പാറ്റയെ കൊല്ലാനുള്ള ലായനി ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? അപ്പോൾ എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത്. ആ ഒരു സാധനം മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. പാരസെറ്റമോളൊക്കെ എല്ലാവരും വീട്ടിലിപ്പോൾ കരുതുന്നതാണല്ലോ. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് പനിയൊക്കെ വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ആരുടെ വീട്ടിലായാലും കാണാതിരിക്കത്തില്ല. അപ്പം ഞാനിപ്പോൾ വയ്ക്കാൻ പോകുന്നത് ഞങ്ങളുടെ സ്റ്റോർ റൂമിലാണ്. സ്റ്റോർ റൂമിൽ ഞാനിത് വെച്ചേക്കും. ഇപ്പോൾ വരത്തില്ല കേട്ടോ പാറ്റ. രാത്രി ആകുമ്പോഴേ വരത്തുള്ളൂ. രാവിലെ നോക്കുമ്പോൾ എത്രത്തോളം പാറ്റ ചത്ത് കിടക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനിത് ഞങ്ങളുടെ സ്റ്റോർ റൂമിൽ വയ്ക്കാം. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഷെൽഫെല്ലാം നന്നായിട്ട് ഡോറൊക്കെ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ സ്റ്റോർ റൂം. കണ്ടോ? അപ്പോൾ എന്തായാലും ഇതിനകത്തൊക്കെ നിറയെ സാധനങ്ങൾ, പാറ്റകളൊക്കെ പതുങ്ങിയിരിക്കാൻ ചാൻസ് ഉള്ള സ്പേസാണിത്. അപ്പം ഞാൻ എന്തായാലും ഈ സ്റ്റോർ റൂമിൽ അവിടെ 2-3 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ ചെയ്ത ലായനി 2-3 പാത്രങ്ങളിലാക്കി. പാത്രങ്ങളിൽ എന്ത് ബൗളിൽ എന്തിലായാലും കുഴപ്പമില്ല. പല സ്ഥലങ്ങളിലായിട്ട് ഞാനിത് വയ്ക്കാൻ പോവുകയാണ്. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലോ. നമ്മുടെ ടിപ്സ്, പാറ്റയെ തുരത്താനുള്ള ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായാലും ഈസി അല്ലേ? എന്തായാലും ഈസിയാണ്. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന കാര്യമാണ്. ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾക്കും ആർക്കും നമ്മുടെ വീട്ടിൽ പാറ്റയെ പേടിക്കേണ്ട ആവശ്യം വരത്തില്ല. എല്ലാ പാറ്റയും ഇതിലൂടെ നശിക്കും. അപ്പോൾ എനിക്കറിയാമെന്നുള്ള ഒരു നല്ലൊരു ടിപ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ആരുടെ വീട്ടിലും ഇനി പാറ്റ ഉണ്ടാവാതിരിക്കട്ടെ. നല്ലൊരു ടിപ്സാണിത്. അപ്പോൾ എനിക്കെന്തായാലും ഇനി ആദ്യമേ സിദ്ധുവിനെയൊക്കെ വിളിക്കാൻ സമയമായിട്ടുണ്ട്. 2 പേരും സ്കൂളിൽ പോയി എനിക്ക് വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.